ബെയിലി പാലം നാടിന് സമർപ്പിച്ചതോടെ MC റോഡിലൂടെയുള്ള യാത്രാക്ലേശത്തിനാണ് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിച്ചത്. 18 വർഷം മാത്രം പഴക്കമുള്ള ഏനാത്ത് പാലത്തിന്റെ ബലക്ഷയം സംഭവിച്ചത് ഗൗരവമായി പരിശോധിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബെയിലി പാലം എന്ന ആവശ്യത്തിൽ അനുകൂല തീരുമാനമെടുത്ത പ്രതിരോധ മന്ത്രാലയത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സൈനികരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. ബെയിലി പാലത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച സെക്കന്ദരാബാദ് 14ാം സൈനിക റെജിമെന്റിനെയും ചടങ്ങിൽ ആദരിച്ചു. ഇത് എത്ര അഭിനന്ദിച്ചാലും മതിവരാത്ത ഒരു കാര്യമാണ്. നമുക്ക് സൈന്യത്തെ ഹാർദമായി അഭിനന്ദിക്കാം. 54.5 മീറ്റർ വീതിയും 3.2 മീറ്റർ വീതിയുമുള്ള ബെയിലി പാലത്തിലൂടെ നിശ്ചിത സമയത്ത് വൺ വേ അടിസ്ഥാനത്തിൽ ചെറുവാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുക. ഏനാത്ത് പാലത്തിന്റെ ബലക്ഷയം മൂലം അടൂരിൽ നിന്നും കൊട്ടാരക്കര എത്തുന്നതിന് 11 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. ബെയിലി പാലം പൂർത്തിയായതോടെ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി. സംസ്ഥാനത്തെ 600-ൽ പരം പാലങ്ങൾ ഗുരുതരമായ അപകടാവസ്ഥയിലാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ഈ പാലങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് 10,000 കോടി രൂപ ചെലവ് വരും. 3 മാസത്തിലൊരിക്കൽ പാലങ്ങളുടെ ഗുണനിലവാര പരിശോധന നിർബന്ധമാക്കാനും പാലങ്ങളുടെ മേൽനോട്ടത്തിനായി മാത്രം ചീഫ് എഞ്ചിനീയറെ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പാലങ്ങൾ പരിപാലിക്കാനുള്ള വിദഗ്ധ സമിതികളെ രൂപീകരിക്കാൻ പോവുകയാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന് ഒരു ചീഫ് എഞ്ചിനീയറാണ് ഇപ്പോൾ ഉള്ളത്. ആ ചീഫ് എഞ്ചിനീയർ നിൽക്കുമ്പോൾ തന്നെ ബ്രിഡ്ജസ് മാത്രം നോക്കാൻ ഒരു ചീഫ് എഞ്ചിനീയറെ ഇപ്പോൾ നിയമിച്ച് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിർമ്മാണത്തിലും പരിപാലനത്തിനുമുള്ള അപാകതയാണ് ഏനാത്ത പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണം. ഈ സാഹചര്യത്തിൽ 3 മാസത്തിലൊരിക്കൽ പാലങ്ങളിൽ പരിശോധന നിർബന്ധമാക്കും. സംസ്ഥാന തലങ്ങളിലും ജില്ലാതലങ്ങളിലും പരിപാലന സമിതികൾ രൂപീകരിക്കും. റിപ്പോർട്ടർ, പത്തനംതിട്ട.